നമസ്കാരം. ഞാൻ സിനിമ വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം നിലമ്പൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കാടംപൊയിലിനെ കുറിച്ചാണ്. നിലമ്പൂരിൽ നിന്നും അകമ്പാടം വഴി 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കക്കാടംപൊയിൽ എന്ന മനോഹരമായ പ്രകൃതി സുന്ദരമായ സ്ഥലത്തെത്താം. ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാൽ സമൃദ്ധമാണ് കക്കാടംപൊയിൽ. കക്കാടംപൊയിലിന്റെ വിശേഷങ്ങളിലൂടെ. കക്കാടംപൊയിൽ കാടിന് നടുവിലൂടെ ഇരുവശങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മലനിരകൾക്ക് നടുവിലൂടെ കുതിച്ചൊഴുകുന്ന ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യമനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തെ പ്രത്യേകത. വിദേശികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. You like this? Yes, I like it a lot. The water flows very fast and it's very clear. Okay. കാട്ടരുവിയുടെ കുളിരുകോരുന്ന തണുപ്പിൽ കുളിച്ച് രസിക്കാൻ എത്തുന്നവരാണ് ഇവരിൽ അധികവും. കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഒരുപോലെ എത്തിപ്പെടാൻ സാധിക്കും എന്നതാണ് കക്കാടംപൊയിൽ എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പ്രത്യേകത. ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി റിസോർട്ടുകൾ ഇവിടെ ഉയർന്നു വരുന്നത് ഭാവിയിൽ കേരളത്തിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി ഇത് മാറും എന്നതിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഓക്കെ, കം ബാക്ക്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കക്കാടംപൊയിലിൽ നിരവധി റിസോർട്ട് സമുച്ചയങ്ങൾ ഉയർന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളും കുടുംബങ്ങളുമായി വന്ന് നല്ല ദിനങ്ങൾ ചെലവഴിക്കാനും എല്ലാം ഉപയോഗപ്രദമായ ഒരു പ്ലേസ് തന്നെയാണ് കക്കാടംപൊയിൽ. അത് എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സഹകരിക്കുക. താങ്ക് യു ഓൾ. ബൈ.